എന്തൊക്കെയാ നടക്കുന്നേ? ഒരെണ്ണ ഏതോ പോയ അണ്ണാനെ പോലെ ഒരു മൂല കുത്തിരിക്കുന്നു, ഒരെണ്ണ എന്തോ പോയതുപോലെ തെക്ക് വടക്കം നടക്കുന്നു. ഇവർക്കൊക്കെ ഇത് എന്തു പറ്റി? ഇനി ഈ വീട്ടിലുള്ളവർക്ക് മുഴുവൻ വട്ടായതാണോ അതിനി എനിക്ക് മാത്രം വട്ടായതാണോ? രാവിലെ കല്യാണം, വൈകിട്ട് മരണോ? എന്താ രണ്ടിനും പറ്റിയത്? ഇനി എനിക്ക് മാത്രം ഇപ്പൊ ഈ വീട്ടിൽ സ്വഭാവമുള്ളോ? എല്ലാത്തിനും എന്തൊക്കെയോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഓ, എന്റെ തലവിധി. എനിക്കിപ്പോഴും ഈ ജീവനോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതും പറഞ്ഞതല്ല. എല്ലാം നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ നല്ലതിനും വേണ്ടി മാത്രമാണ്. ഇനിയെങ്കിലും എനിക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? എത്ര വർഷമായടാ നീ എന്നിൽ നിന്ന് ഇങ്ങനെ അകന്നിരിക്കാൻ തുടങ്ങിയത്. നാട്ടിലേക്ക് വന്നാൽ പോലും എന്നോടോ ജെറിയോടോ ഒരു വാക്ക് നീ ഉണ്ടില്ല. ഈ വീട്ടിലുണ്ടായിരുന്നാ പോലും ഞങ്ങളൊന്ന് നോക്കുക പോലും നീ ചെയ്തില്ല. അത്രയ്ക്ക് വെറുപ്പാണോടാ നിനക്ക് ഞങ്ങളോട്. നിന്നോട് സംസാരിക്കാനും നിന്റെ ഒപ്പം സമയം ചെലവഴിക്കാനും മമ്മിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയോ? ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളെ തമ്മിൽ അകറ്റണമെന്നോ പിരിക്കണമെന്നോ മമ്മിക്കൊരു ആഗ്രഹമല്ല. നിങ്ങളുടെ പ്രായം അതൊന്നുകൊണ്ട് ഓർത്ത് മാത്രം മമ്മി എല്ലാത്തിനും വിലക്കിയത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞതല്ല. അല്ലാതെ നിന്നെ നിന്ന് അവനെ അകറ്റണമെന്നോ നിന്നെ അവനിൽ നിന്ന് പിരിക്കണമെന്നോ നിങ്ങൾ നമ്മൾ ഒന്നിക്കണമെന്നോ മമ്മി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനാ മമ്മി കാത്തിരിക്കുന്നത്. ഇനിയെങ്കിലും നിനക്കെന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ? ഒന്ന് എന്റെ അടുത്ത് വന്നൂടെ? എന്റെ മമ്മി ഇതൊന്ന് വിളിക്കടാ. ഇല്ല സന, വൈകില്ല, ഞാൻ തന്നെ എത്തിയേക്കാം. ഓക്കെ, നമുക്ക് വന്നിട്ട് ശരിയാക്കാം. താൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ എത്തിയേക്കാം. ഇവിടുന്ന് വേറെ ആരും വിടാൻ പറ്റില്ല. അവർക്ക് ട്രിപ്പിലും മറ്റൊക്കെയാണ്. സോ ഞാൻ മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട്. ഞാൻ തന്നെ വന്നേക്കാം. ഓക്കെ, ബൈ സന, ഐ വിൽ കോൾ യു ലേറ്റർ. അല്ല, ഈ ജീനി ഇതെവിടെ പോയി? ഇതെവിടെ പോയി? ജീനി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. താൻ എന്തായാലും ഒറ്റയ്ക്ക് ഈ ഇരുട്ടത്ത് വന്നിരിക്കുന്നേ? ജീനി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. താൻ എന്തായാലും ഒറ്റയ്ക്ക് ഈ ഇരുട്ടത്ത് വന്നിരിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ അകത്തിരുന്നപ്പം ചൂട്, അപ്പൊ ഞാൻ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങിയതാ വെളിയിലോട്ട്. അല്ല, തന്റെ കണ്ണൊക്കെ എന്താ നല്ലിരിക്കുന്നേ? താൻ കരയുമായിരുന്നു, എന്താടോ? ഒന്നുമില്ല ചേട്ടാ, അത് കാറ്റടിച്ചപ്പോ ചെറിയ പൊടി പറന്നു വേണത്, അതാ. അല്ല ചേട്ടൻ എന്താ വന്നേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഉറപ്പാണോ പൊടി പറന്നു വീണതല്ലേ? അല്ലാതെ താൻ കരയുന്നല്ല എന്നല്ലോ? അതേ ചേട്ടാ, പൊടി പറന്നു വീണതാ. അല്ല ഏട്ടൻ എന്നാ പറയാനാ വന്നേ? അതൊക്കെ മറന്നുപോയി. അതിന് നമ്മുടെ പീക്കുട്ടന്റെയും കുക്കിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഒരു 2 days കഴിഞ്ഞിട്ടോ മറ്റോ. ജോണേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? കല്യാണം നമ്മൾ 4 മാസം കഴിഞ്ഞ് നടത്താൻ തീരുമാനിച്ചതാണല്ലോ. അപ്പോഴല്ലേ മക്കളുടെ പഠിത്തമൊക്കെ കഴിയൂ. ഇപ്പൊ എന്താ ജോണേട്ടൻ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താ ജോണേട്ടാ? എടോ അതൊക്കെ ശരിയാണ്. പിന്നെന്താ ജോണേട്ടാ പ്രശ്നം? 4 മാസമൊന്നും എനിക്കിനിയും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതെന്താ ജോണേട്ടാ? ജോണേട്ട ഇപ്പൊ എങ്ങോട്ട് പോന്നു ഇവിടെ നിൽക്കാതെ? ഞാൻ പറഞ്ഞത് താൻ എത്ര പെട്ടെന്ന് മറന്നു. നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടി ഞാൻ ലണ്ടനിലേക്ക് പോകുന്നു. അതെന്നോട് നേരത്തെ ജോണേട്ടൻ പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞാണല്ലോ പോയി അറ്റൻഡ് ചെയ്തിട്ട് പറയാൻ. പിന്നെന്താ? അതല്ലടാ, ഞാൻ പോയി കഴിഞ്ഞ പിന്നെ നമ്മുടെ മാരേജ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അങ്ങനെന്താ ജോണേട്ടൻ പോയിട്ടോ? അല്ല അതിനെന്താ ഇത്രയും മാസം അവിടെ നിൽക്കുന്നത്? എന്നെ ഇപ്പൊ നമ്മുടെ സ്ഥാനം വിളിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ PA നമ്മുടെ കമ്പനിയിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് വർക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണം. അപ്പൊ ആരെങ്കിലും അങ്ങോട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് അവൾ എന്നെ വിളിച്ചത്. അനിയനെ വിളിക്കാൻ പറ്റില്ലല്ലോ, കാരണം അവളിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ.
അവളെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ജാക്സണും ജേനിയും. അവരും വന്നാലേ ഉള്ളൂ, അവരെയും വിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഞാനും സാമുവാ. സാം പിന്നെ അലീനോട് വന്നുകൊണ്ട് അവളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാനും ജിത്തു ഉണ്ട്, പിന്നെ ഫ്രീ ആയിട്ടു. ജിത്തു ഇപ്പൊ എവിടെയാണെങ്കിലും ദൈവത്തിനറിയാം. പിന്നെ ഉള്ളത് ഞാനാ. അപ്പോ ഞാൻ തന്നെ തീരുമാനിച്ചു ഞാനങ്ങ് പോകാന്ന്. എന്നാ പിന്നെ നമുക്ക് ജിത്തുനെ പറഞ്ഞുവിടാം ജൂണേട്ടാ. ജൂണേട്ടൻ ഇവിടെ നിൽക്കി. കല്യാണം കഴിഞ്ഞ് പിന്നെ ജൂണേട്ടനും കൂടെ അങ്ങോട്ട് പോക്കോ, ഒരു 4 മാസം കഴിഞ്ഞ്. ജിത്തുവിനെ വിടായിരുന്നു, പക്ഷെ അവന്മാരും മൂന്നര ഇപ്പൊ എവിടെയാണെന്ന് പോലും ദൈവത്തിന് പോലും അറിയില്ല. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല, കിട്ടുന്നുമില്ല. പിന്നെ ആരെ വിടാനാ? ഓ, അത് ഞാനങ്ങ് മറന്നു. പിന്നെ എനിക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. ജൂണേട്ടാ, ഏട്ടൻ പോയാ ഇനി എന്നാ തിരിച്ചു വരിക? നമ്മുടെ മുന്നേ കല്യാണത്തിന് ഉണ്ടാവില്ലേ ഏട്ടൻ? ഞാൻ പോയ പിന്നെ ഒരു 6-7 മാസത്തോളം കഴിയും. അവിടെ ചെന്ന പ്രോജക്റ്റ് എന്താണെന്ന് നോക്കി അതിനൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് വരുമ്പോഴത്തേക്കിനും ചിലപ്പോ 1.5 വർഷത്തോളം എടുക്കും. അപ്പൊ ജൂണേട്ടന് നമ്മുടെ മുന്നേ കല്യാണത്തിന് ഉണ്ടാവാൻ പറ്റില്ലേ? അവന്റെ കല്യാണത്തിന് ചിലപ്പോ എനിക്ക് ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല. ഞാൻ വരുമ്പോ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും. അപ്പൊ നമ്മളിനി എന്നാ ചെയ്യും ജൂണേട്ടാ? അല്ല, ഏട്ടൻ എന്നാ പോണ്ടേന്ന് പറഞ്ഞില്ലല്ലോ. അതനുസരിച്ചല്ലേ നമുക്ക് ഡേറ്റ് മാറ്റാനും ബാക്കി എന്താ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനും പറ്റും. വ്യാഴാഴ്ച രാത്രിയിലുള്ള ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വ്യാഴം എന്ന് പറയുമ്പം ഇന്ന് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇനി 5 ദിവസം കൂടെ അല്ലേ ജൂണേട്ടാ? അതെ, ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. എന്ത് ചെയ്യാനുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കണം. നമുക്ക് വ്യാഴാഴ്ച മോർണിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് നടത്താം. അത് വേണ്ട ജൂണേട്ടാ, നമുക്ക് ബുധനാഴ്ച കല്യാണം നടത്താം. അതാകുമ്പം ചൂടായിട്ട് സമാധാനമായിട്ട് പിറ്റേ ദിവസം പോകാമല്ലോ. ആ, എന്നാ അത് മതി. ആ 4 ദിവസത്തിനുള്ളിൽ നമ്മള് വേണ്ടപ്പെട്ടത് വിളിക്കുകയും പർച്ചേസിങ്ങും ബാക്കി ഇവന്റെ ഡെക്കറേഷൻ അങ്ങനെ മുതലുള്ള എല്ലാം നമ്മൾ ചെയ്തു തീർക്കണം 4 ദിവസത്തിനുള്ളിൽ. അല്ല ജൂണേട്ടാ, 4 ദിവസം എന്നൊക്കെ പറയുമ്പം മക്കളെന്ത് പറയും? ഉറപ്പായിട്ട് അവരാരും സമ്മതിക്കില്ല. അത് മാത്രമല്ല, റോയും ഇല്ല, മാരും ഇല്ല. എങ്ങനെയാ കല്യാണം നടത്താൻ നമ്മള്? എല്ലാം ശരിയാണോ? പക്ഷെ ഞാൻ ചിലപ്പോ ഒരാൾ 1.5 വർഷത്തോളം എടുക്കുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് എല്ലാം പെട്ടെന്ന് നടത്തണമെന്ന്. സാരില്ല, നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. അവസ്ഥ പറഞ്ഞാൽ അവർ മനസ്സിലാവും, അവർ സമ്മതിക്കും. എന്നാ ജൂണേട്ടാ വാ, നമുക്ക് ഇപ്പൊ തന്നെ താഴെ പോയി എല്ലാം സംസാരിക്കാം. ഇപ്പൊ വേണടോ, നമുക്ക് നാളെ രാവിലെ സമാധാനമായിട്ട് സംസാരിക്കാം. നാളെ തന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങാനുള്ള ഏർപ്പാടും ചെയ്യാം. എന്നാലും ജൂണേട്ടാ, എങ്ങനെ നമ്മൾ മക്കളോട് ഇത് പറയും? അവരെ സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനി അവരൊക്കെ സമ്മതിച്ചാലും പിള്ളേര് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എടോ, അതൊക്കെ താൻ എനിക്ക് വിട്ടേക്ക്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കാം. താൻ പേടിക്കേണ്ട, അവർ സമ്മതിക്കും. അവര് നമ്മുടെ മക്കളല്ലേ, നമ്മൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവും. ജൂണേട്ടാ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആ പാതിരാത്രിക്ക് ഇന്ന് ഫോൺ ചെയ്യുന്നത് അത് നമ്മുടെ കുക്കിയല്ലേ? ഇവിടെ നിന്ന് നേരത്ത് ഇതാർക്ക് ഈ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ വന്നേ, പോയി നോക്കട്ടെ. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. നിന്നെ കൊണ്ട് പറ്റുക കാട്ടുമാക്കാൻ നേരെയാക്കാൻ. ആ, ഞാൻ പറയുന്ന പ്ലാനൊക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. പിന്നെ കൊണ്ട് നടക്കുക കാട്ടുമാക്കാനെ മെരുക്കാൻ. നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. കുക്കി, ആരോടടി നീ പാതിരാത്രിക്ക് ഇവിടെ നിന്ന് ഫോൺ ചെയ്തത്? അതോ, ഒരു മിനിറ്റ് മമ്മി. ശരി, എന്നാ പിന്നെ ഞാൻ വിളിക്കാം. ഞാൻ നാളെ വിളിക്കാം. ശരി, ഓക്കെ, ബൈ. എന്താ മമ്മി, എന്താ നേരത്തെ രണ്ടുപേരും കൂടെ പറഞ്ഞില്ലേ ഇതുവരെ? ഞാൻ ചോദിച്ചത് തരാതല്ല, നീ ഇപ്പൊ ആരോടാ ഫോൺ സംസാരിച്ചോണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാണ്ട് ഞങ്ങൾ ഉറങ്ങിയില്ല എന്നല്ല ഞാൻ ചോദിച്ചത്. ഓ, അതാണോ മമ്മി ചോദിച്ചത്? ഇതെന്റെ ഫ്രണ്ടാ, ഏഞ്ചൽ. അവളായിരുന്നു വിളിച്ചത്. ഏഞ്ചൽ? അങ്ങനെ അങ്ങനത്തെ പറ്റി ഇതുവരെ നീ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതേതായി പുതിയ അവതരം? അത് മമ്മി ഇതെന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫ്രണ്ടാണ്. ഫാമിലിയായിട്ട് ലണ്ടനിലാണ്. മാരീഡാണ്. അവിടുത്തെ ഒരു ഫേമസ് ബിസിനസ്മാൻ്റെ വൈഫാണ്. കല്യാണം കഴിച്ച് അവളും അവളുടെ ബ്രദറും അവിടെ തെറ്റുന്നതാണ്. അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. നാട്ടിൽ കോട്ടയത്താണ്. ഇനി പറയണോ? ഓ, ആണോ? അല്ല, പിന്നെ നീ ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതെന്താ സംഭവം? ആരെയും മെരിക്കണമെന്നോ നന്നാക്കണമെന്നോ? ഓ, അതാണോ? അത് ഞാൻ നമുക്ക് അവിടെ കെട്ടിവിനെ വളച്ചെടുക്കാനും അങ്ങേരെ ഒന്ന് നന്നാക്കി മെരുക്കിയെടുക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കായിരുന്നു.
കെട്ടിയോനെ വളച്ചെടുക്കാനോ? അതെന്താടി, അവളുടെ കെട്ടിയനെ അവളുടെ കൂടെ അല്ലേ? അത് പിന്നെ മമ്മി, അവരുടെ ഒരു ഫോഴ്സ്ഡ് മാരേജ് ആയിരുന്നു. അതായത് ആ ചേട്ടൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഏഞ്ചലിനെ കൊണ്ട് അങ്ങനെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ കാട്ടുമാക്കാൻ എൻ്റെ ഏഞ്ചലിനെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാതെ നടന്നൊരു കല്യാണമായിരുന്നു. അപ്പം അവൾക്കാണെങ്കിൽ അങ്ങനെ പണ്ട് പോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയെങ്കിലും വളച്ചങ്ങേരെ കുപ്പിയിലാക്കാൻ നോക്കുകയാണ് അവള്. ഓ അങ്ങനെ. അല്ലെങ്കിൽ എന്തിനാ ഈ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളവരെ അവരെ കല്യാണം കഴിക്കണം, അല്ലാണ്ട് വെറുതെ പിള്ളേരെ നിർബന്ധിച്ച്. ആ മമ്മി, ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു. അവളിപ്പം 1 month പ്രഗ്നൻ്റ് ആണ്. അതെങ്ങനെ നടക്കും? നീയല്ലേപ്പോ പറഞ്ഞത് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത്, എന്നിട്ടിപ്പോ കുഞ്ഞോ? അതെങ്ങനെ ഉണ്ടായി? നീ മാനത്തൊന്നും പൊട്ടി മുടച്ചാണോ? അത് മമ്മി, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഡ്രങ്കൺ നൈറ്റ്. അന്ന് പറ്റിയൊരു. എന്തായാലും കൊള്ളാം. അല്ല, നിന്റെ കയ്യിലെ കൊച്ചിട്ട് ഫോട്ടോ ഉണ്ടോ? പിന്നെ അവളെ കിട്ടിയില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ? മമ്മിക്കൊന്ന് കാണാനാ. ഉണ്ടല്ലോ മമ്മി, ഞാൻ കാണിച്ചു തരാം. അയ്യോടാ, ഈ തങ്കക്കുടം പോലെയൊക്കെ ഇത് കൊച്ചിനെയാണോ ഈ മരം കൂടെ വേണ്ടാന്ന് പറഞ്ഞത്? ഷോ, എന്നാ രസമാടി ഇതിനെ കാണാൻ. പേര് പോലെ തന്നെ ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഈ തങ്കക്കുടം പോലിക്കുന്ന കൊച്ചിനാണോ ഈ കാട്ടുമാക്കാലെ പോലിക്കുന്ന ഇവൻ വേണ്ടാന്ന് പറഞ്ഞു? എന്നെ ബീക്കുട്ടനെ കാണാൻ ഈ കൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുത്താൽ. മമ്മി ഒരു 1.5 കൊല്ലം മുമ്പ് നമ്മുടെ പപ്പയുടെ കൂടെ ലണ്ടനിലേക്ക് പോയിരുന്നെങ്കിൽ ഇവളെ കാണാമായിരുന്നല്ലോ. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ അടിച്ചിട്ട് പോരണായിരുന്നു മമ്മി. മമ്മി മിസ്സാക്കി കളഞ്ഞു ഇവളെ. നല്ല കുട്ടിയാണ് മമ്മി. എന്ത് ചെയ്യാനാ, ആ കാട്ടുമാക്കാൻ രാക്ഷസന അവളെ കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത്. പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചെ, എല്ലാത്തിനും ഓരോ വിധിയുണ്ട്. ഇന്നവര് തമ്മിൽ ഒന്നിക്കണമെന്ന് നേരത്തെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അവര് തമ്മിൽ ഒന്നിക്കും. അതിനിടയ്ക്ക് നമ്മൾ മനുഷ്യർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചേരേണ്ടത് തമ്മിലേ ചേരും, അല്ലാത്തത് ആ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്യും. അത് മമ്മി പറഞ്ഞത് ശരിയാണ്. ചേരേണ്ടത് തമ്മിലേ ചേരും. അതിപ്പോൾ എത്ര കാലം എടുത്താലും ഒന്നിക്കേണ്ടവർ ഒന്നിക്കുക തന്നെ ചെയ്യും. ആ മതി മതി സംസാരിച്ചെന്ന്. സമയം 1:30 നീ പോയി കിടന്നുറങ്ങി ചെല്ലു. ജൂണേട്ടാ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ തങ്കക്കുടം പോലെ കൊച്ചിനെ ആ മരപ്പട്ടി വേണ്ടെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യാനാ ചെയ്യും? ചിലത് നമ്മുടെ അടുത്തുള്ളപ്പോൾ നമുക്ക് അതിന്റെ വില അറിയില്ല. അത് നമ്മൾ നടന്നു പോകുന്ന ദിവസം മാത്രമേ അത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവന് മനസ്സിലാവും. മതി മോളെ സംസാരിച്ചു, മോള് പോയി കിടക്കും. ചില സമയം പോയി പ്രായമില്ല. മറന്നു പോ. എന്നാൽ പിന്നെ ശരി, ഞാൻ പോയി കിടക്കാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് പപ്പ. ആ ശരി മോളെ, ഗുഡ് നൈറ്റ്. നീ ആ പച്ചക്കറിക്ക് നേരിച്ചേക്ക്. ജെനി, നീ ആ ഫിഷ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചേ. ഞാൻ അപ്പോഴത്തേക്കും പോയി, അവിടെ കുറച്ച് പണിയുണ്ട്. പിന്നെ എല്ലാത്തിനും ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ വരാം. എന്നാ ഏട്ടത്തി ചെല്ല്, ഇവിടുത്തെ പണിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ചെയ്തോളാം. ഇടത്ത് പോയി എല്ലാത്തിനും വെളിച്ചോളത്ത് ചായയൊക്കെ കൊടുക്കും. ആ പിന്നെ ഇച്ചായൻ റൂഫിലുണ്ട്, വീട്ടും പുറത്തുനിന്ന് പത്രവും വായിക്കുന്നുണ്ട്. ചേട്ടത്തി, ഉച്ചക്കത്തെ കലീന മോള് വരുമോ? എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട്. ആ അലീന മാത്രമേ വരത്തുള്ളൂ. അവർക്ക് ഉണ്ടാകുന്ന എന്തോ വർക്ക് കിട്ടുന്നു. ലേൽസേ കഴിഞ്ഞ ദിവസം പോലെ എന്റെ കൊച്ചിനെ പേടിപ്പിക്കാനോ വഴക്ക് പറയാനോ ഒന്നും നിന്നേക്കരുത്. ഞാൻ ശരിയാക്കും, കേട്ടല്ലോ? ഓ ഇല്ല ഏട്ടത്തി, ഞാൻ അവളെ വഴക്ക് പറയാനൊന്നുമല്ല വിളിക്കുന്നത്. കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെ കുഴപ്പമില്ല. എന്തിനാ പപ്പ ഇപ്പൊ എല്ലാവരും അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആ പറയാനുണ്ട്, അതിനാണ് എല്ലാവരും അത്യാവശ്യം വിളിച്ചു വെച്ചത്. ഞാൻ പറയാൻ പോകുന്നതായിട്ട് ആർക്കും എന്നോടൊന്നും തോന്നരുത്. പിന്നെ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നമുക്കിത് നടത്തിയേ പറ്റും. അതെ, വളച്ചുകെട്ടൊന്നും വേണ്ട. പപ്പ പറയാനുള്ളതെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഇനിയൊന്നും വളച്ചു കെട്ടാനും ഗുളിച്ചു കെട്ടാനും ഒന്നും നിൽക്കേണ്ട.
എന്നാ പിന്നെ വളച്ചു കെട്ടിലാട്ടെ കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടല്ലോ. അന്നയോടും സാമിനോടും ഞാൻ പിന്നെ വിശദമായിട്ട് വിളിച്ച് പറഞ്ഞോളാം. ജൂണേട്ടാ ഇനിയിട്ട് ചുറ്റിക്കെട്ടട്ട കാര്യം കൃത്യമായിട്ട് പറയാം. അല്ല വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. അതൊന്നുമില്ല, നിങ്ങളുടെ രണ്ടാളുടെ കല്യാണം 5 ദിവസത്തിനുള്ളിൽ നടത്താനാണ് ഞാനും ജൂണേട്ടനൂടെ തീരുമാനിച്ചിരിക്കുന്നത്. വാട്ട്? ഇത്ര പെട്ടെന്നോ? ഇല്ല, എന്നെ കൊണ്ടിത് പറ്റില്ല. കല്യാണം കഴിക്കാൻ മുന്നേ സമ്മതിച്ചു. ഇതിപ്പോ 5 ദിവസമാണെന്ന് പറയുമ്പോ നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല. അതെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. പറഞ്ഞിട്ട് നീണ്ട തോക്കി കയറി വെടിവെക്കാൻ വാ. എന്താ ചേട്ടത്തി, എന്തിനാ ഇപ്പൊ 5 ദിവസത്തെ കല്യാണം? നമ്മൾ 4 മാസം കഴിഞ്ഞ് മതിയെന്നാണ് തീരുമാനിച്ചത്. അതെല്ലാം ശരിയാണ്, പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോ നമുക്കത് മാറ്റേണ്ടി വന്നു. വേറൊന്നുമല്ല, ഫ്രാൻസിലെ നമ്മുടെ കമ്പനിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ഫയൽസും പ്രോജക്ട്സും വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ആരെങ്കിലും ഒരാൾ അവിടെ പോയി നിന്ന് നോക്കി ചെയ്യിപ്പിക്കണം. അത്രയുള്ള പ്രശ്നം. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാനും ജെനിയും കൂടെ പോവാറുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതിനാണ് ഏട്ടൻ ഇത്ര കല്യാണം പെട്ടെന്നാക്കിയത്. എടാ, നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ കുറെ വർഷം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നു. ഇനി നിങ്ങളെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അലീന മോളെ പറഞ്ഞു വിടാനും പറ്റില്ല. അവളും 6-7 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നുള്ളത് ജിത്തും ജൂണേട്ടനാ. ജിത്ത് എവിടാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല. പിന്നെ ഒഴിവുള്ള ജൂണേട്ടൻ മാത്രം. ഈ ഇരിക്കുന്ന 3 എണ്ണത്തിനെ വിടാൻ പറ്റൂ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ജൂണേട്ടൻ പോകാൻ തീരുമാനിച്ചത്. അല്ല മമ്മി, പ്രോജക്റ്റും എന്റെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? അതെന്തിനാ പെട്ടെന്ന് നടത്തുന്നത്? ഇതിന്റെ പേരില് പപ്പ പോണെങ്കിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് നടത്തല്ലോ. ഇനി സമയമില്ല 4 മാസം. അവിടെയാണ് മോനെ പ്രശ്നം പറ്റിയത്. ഞങ്ങളും കരുതി 2 ആഴ്ചയോ 1 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ കുഴപ്പമില്ലെന്ന്. പക്ഷെ ഇത് 1 വർഷം വേണം ജോലിനത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ. അവിടെ നിന്ന് ചെയ്യിപ്പിക്കുകയും വേണം. ആ വർക്ക് 3-4 വലിയ ഇതൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സനെ വിളിച്ചപ്പോ പറഞ്ഞു. എനിക്കെന്താന്നറിയില്ല, അത് നിങ്ങൾ എന്താന്ന് നിങ്ങളുടെ അപ്പനോടൊന്ന് ചോദിക്കും. 1 വർഷം? 1 വർഷം എന്തിനാ പപ്പ അവിടെ നിൽക്കണേ? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ ആ വർക്ക്? അതെ മോളെ, അത്ര ഇമ്പോർട്ടന്റ് ആണ് സന വിളിച്ചപ്പോ പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ഒരാളില്ലാതെ എംപ്ലോയീസ് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന്. നമ്മുടെ ആരെങ്കിലും ഒരാളുടെ മേൽനോട്ടവും കൂടെ അവർക്ക് വേണമെന്ന്. എന്നാ പിന്നെ പപ്പ പോകണ്ട, ഞാൻ തന്നെ തിരിച്ചു പോക്കണം. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി നിന്നോളാം. അത് വേണ്ട, മോളിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ മോൾ പപ്പയുടെ കൂടെ നിൽക്കാനല്ലേ വന്നത്, പപ്പയുടെ അമ്മയുടെ കൂടെ. പിന്നെ എന്തിനാ നീ പെട്ടെന്ന് അങ്ങോട്ട് പോന്നെ? സാരമല്ല, ജൂണേട്ടൻ പൊക്കോളും. പപ്പ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല ഇത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ പോലും. നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചെന്നെ. പിന്നെ 4 ദിവസത്തിന്റെ കല്യാണം പറഞ്ഞാ എനിക്ക് പറ്റില്ല. ഞാൻ ഒന്ന് പ്രിപ്പയർ പോലും ചെയ്തിട്ടില്ല. എനിക്കൊന്നും പറ്റില്ല. മമ്മി പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഞങ്ങൾ നിന്നോട് ഇതുവരെ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ എന്നെ ജീവിക്കാനും പഠിക്കാനും ഒക്കെ വിട്ടത്. അല്ലാണ്ട് എന്റെ ജീവിതത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ ഫോഴ്സ് ചെയ്യുകയോ നിർബന്ധിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഈ ഒരു ആഗ്രഹമല്ല ഞങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. അതുകൂടെ സാധിച്ചാലും നിന്നെ കൊണ്ട് പറ്റില്ലേ? ഏട്ടത്തി, പിള്ളേര് പറഞ്ഞതൊക്കെ ശരിയല്ലേ? 5 ദിവസമുള്ള കല്യാണം എന്നൊക്കെ പറയുമ്പം അവർക്കും ഇല്ലേ അവരവരുടെ ആയിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും ഒക്കെ. ഇല്ല എന്ന് ഞങ്ങളും പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞ ആഗ്രഹമല്ലേടി. അതുപോലെ ഇവനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പൊ ഇവന് ഞങ്ങളോട് എന്തുമായി സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ? മോനെ, ചേട്ടത്തി ആദ്യമായിട്ട് പറയുന്ന ആഗ്രഹമല്ലേടാ. നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. 5 ദിവസത്തിനുണ്ടെങ്കിൽ 5 ദിവസം നമുക്ക് ഈ കല്യാണം നടത്താം. അതെ പാപ്പ, നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. ജീനി മമ്മിയും ജൂനി പാപ്പ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ, അത് നടത്തി കൊടുത്തില്ല എന്ന് പറയരുത്. അതെ, നമുക്ക് ഈ കല്യാണം നടത്താം. പാപ്പ എന്താന്ന് വെച്ച് തീരുമാനിക്കേ. എല്ലാത്തിനും സപ്പോർട്ടിന് ഞാൻ ഉണ്ടാവും. അതെ ഏട്ടാ, ഏട്ടൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. നമുക്ക് അങ്ങനെ തന്നെ നടത്താം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. സമയമാകുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. പോരെ, ഇനി ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട. മോളെ, നിന്റെ ഈ മൗനം ഡാഡി സമ്മതമായിട്ട് എടുക്കുക.
അങ്ങനെ എന്റെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായി നീലാകാശം പരിവർത്തം പച്ചത്തുമ്പോല. ഇതെന്തോന്നു പാമ്പോ? ആരാണ് ഇവിടെ ചത്തു കിടക്കുന്നത്? ഇത്ര പെട്ടെന്ന് നേരം വെളുത്ത ആരെന്റെ മുമ്പില്? ഹായ് മമ്മി, ഗുഡ് മോർണിംഗ്. നീ എന്താണ് ഇവിടെ? നിന്നെ ആരും ഇവിടെ കൊണ്ടുവരുത്തിയത്? ഇതെന്തോന്ന് പാമ്പിന് പരിണാമം സംഭവിച്ചുണ്ടായത്? ഇതൊക്കെ എന്തോന്നടേ? ആ കേറിപ്പോയത് അതെന്റെ ചിന്നിലല്ലേ എഴിഞ്ഞു പോയത്?